കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. 3ാം വർഷ വിദ്യാർത്ഥിയായ അനുരാജാണ് പിടിയിലായത്. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുന്നുണ്ട്. സനു, കഴിഞ്ഞ ദിവസം 3 പേരാണ് പിടിയിലായിരുന്നത്. 2 പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. ഇപ്പോൾ ഈ കേസിന്റെ തന്നെ മുഖ്യ കണ്ണി അല്ലെങ്കിൽ മുഖ്യ പ്രതി എന്ന പോലീസ് തുടക്കം തൊട്ടേ സംശയിച്ചു വരുന്നയാളാണ് അനുരാജ്. അനുരാജിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായത്, ആരാണ് പിടികൂടിയത് മുതലായ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ, കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4ാമത്തെ അറസ്റ്റും അതേപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനിയും ഈ കേസിലെ കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കൊല്ലം സ്വദേശിനിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിലെ പ്രധാന കണ്ണി, അതായത് കോളേജിനുള്ളിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഇയാളാണെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇതിനു മുമ്പ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പൂർവ്വ വിദ്യാർത്ഥികളെയും കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിനെയുമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലും ആണ് ഈ അഭിരാജിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് കഞ്ചാവ് വാങ്ങി കോളേജിനുള്ളിൽ എത്തിച്ചത് ഈ 3ാം വർഷ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിർണായക വിവരം. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോളേജിൽ നടത്തിയ ഒരു പരിശോധനയിലാണ്, അതായത് കോളേജ് ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കോളേജിനുള്ളിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ടെന്നും അതിനു വേണ്ടിയിട്ട് വലിയ പണപ്പിരിവ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കാട്ടി കോളേജ് പ്രിൻസിപ്പൽ കഴിഞ്ഞ 12-നാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഇതുമായി തുടർന്നാണ് പോലീസ് ഒരു വിശദമായിട്ടുള്ള പരിശോധന, ഒരു മിന്നൽ പരിശോധന കോളേജിൽ നടത്തിയത്. കോളേജിലെ ഹോസ്റ്റലിനുള്ളിൽ നിന്നും അതായത് 2 കിലോ കഞ്ചാവ്, അതായത് വിവിധ പാക്കറ്റുകളിലാക്കി മാറ്റുന്നതിനിടെ 2 കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒരാളെ, കൊല്ലം സ്വദേശി ആകാശിനെയാണ് റിമാൻഡ് ചെയ്ത് 2 വിദ്യാർത്ഥികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ ആകാശിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് 2 പൂർവ്വ വിദ്യാർത്ഥികളിലേക്കും അന്വേഷണം എത്തിയത്. ഇവരും ഈ കോളേജിലേക്ക് സ്ഥിരമായിട്ട് കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ 3 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് 4ാമനിലേക്കുള്ള ഒരു അന്വേഷണം എത്തിയത്. ഈ കൊല്ലം സ്വദേശിയായ ഇയാളാണ് കോളേജിനുള്ളിലേക്ക് കഞ്ചാവ് പതിവായിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അതായത് ഈ ഹോളി ആഘോഷത്തിന് വേണ്ടി 2 കിലോ കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് ഇയാളാണെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് നീളുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഡാൻസാപ്പിന്റെയും അതേപോലെ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആസാമിൽ നിന്ന് അടക്കം കേരളത്തിലേക്ക് വലിയ തോതിലേക്ക് കഞ്ചാവ് എത്തുന്നുണ്ട്. ഈ കഞ്ചാവാണ് വിദ്യാർത്ഥികളുടെ കൈവശം എത്തിയത്. ഈ കഞ്ചാവ് മാത്രമാണോ കോളേജിനുള്ളിൽ എത്തിയതെന്നും മറ്റ് രാസലഹരികൾ എത്തിയിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിടുന്നില്ല. കണ്ണികളെ എല്ലാം പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ് പോലീസ്. അതായത് ഈ 4 പേരിൽ ഒതുങ്ങുന്നതല്ല അന്വേഷണമെന്ന് ACP വ്യക്തമാക്കിയിട്ടുണ്ട്. പതിവായിട്ട് കഞ്ചാവ് എത്തുന്നുണ്ട്, മറ്റ് കോളേജുകളിലടക്കം കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണമുണ്ട്. എന്തായാലും ഇന്ന് കോട്ടയത്ത് നിന്ന് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനെയും കഞ്ചാവുമായിട്ട് പിടികൂടിയിരുന്നു. അപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പോലീസിന്റെ ഒരു അന്വേഷണം, സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഇതിനോട് ചേർന്നുള്ള സ്കൂൾ കോളേജുകളോട് ചേർന്നുള്ള കടകളിലും വിവിധ ചെറിയ കടകൾ മുതൽ വലിയ വ്യാപാര കേന്ദ്രങ്ങൾ വരെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും, മുൻപ് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ട ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കളമശ്ശേരിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മിന്നൽ പരിശോധനകൾ കൊച്ചിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കുസാറ്റിന് സമീപമുള്ള വിവിധ ഹോസ്റ്റലുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഏകദേശം 20 ഗ്രാമോളം കഞ്ചാവ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്നു. എന്തായാലും തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ആളെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ആദ്യം അറസ്റ്റ് ചെയ്ത ആകാശിനെ കൂടുതൽ പരിശോധനകൾ ചോദ്യം ചെയ്യലിനുമായി വിട്ടുകിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ കോടതിയെ സമീപിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ആകാശിനെ വിട്ടുകിട്ടിയാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കണ്ണികളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അതേപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പൽ പറയുന്ന ഈ കോളേജ് ഹോസ്റ്റലിൽ 60 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞിരുന്നത്. ഈ 60 വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ, ഒരു ചെറിയൊരു ശതമാനം വിദ്യാർത്ഥികൾ മാത്രമേ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള ഒരു വിവരവും കോളേജ് പ്രിൻസിപ്പൽ ഈ സംഭവത്തിന് തൊട്ട്
തൊട്ട് പിന്നാലെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ കഞ്ചാവ് ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം ഉപയോഗിക്കാനാണോ എത്തിയത്, 2 കിലോ കഞ്ചാവ് ഈ കോളേജിലെ ഹോളി ആഘോഷത്തിന് മാത്രമാണോ എത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കോളേജിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇത് വിതരണം ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അതേപോലെ തന്നെ കോളേജിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിൽ ത്രാസ് ഉപയോഗിച്ച് 5, 10, 15 ഗ്രാമുകളായിട്ടുള്ള വിവിധ പാക്കറ്റുകളിലാക്കുന്നതിനിടെയാണ് ഇത്തരം ഒരു നിർണായക പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും കോളേജിന് പുറത്തേക്ക് കഞ്ചാവ് എത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ, കോളേജിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്, ഈ വിദ്യാർത്ഥികളെ ഇതിൽ ഉൾപ്പെടുത്തുന്ന ആരാണ്, ഇവരുടെ കണ്ണികളാക്കി മാറ്റുന്ന ആരാണെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതില്ല. ശരി സാനു, എന്തായാലും കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ അന്വേഷണവും കൂടുതൽ ആളുകളിലേക്കും എന്തായാലും അന്വേഷണം എത്തും എന്നുള്ളത് തന്നെയാണ്. സാനു സൂചിപ്പിച്ചതുപോലെ 2 കിലോ കഞ്ചാവ് വിവിധ ത്രാസുകളിലാക്കി അവർ വിൽപ്പനയ്ക്ക് നൽകാനുള്ളതുപോലെ വിവിധ പാക്കറ്റുകളിലാക്കുന്ന ഒരു സമയത്താണ് ഈ പരിശോധന നടന്നിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് കഞ്ചാവ് അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന ത്രാസ് അടക്കമുള്ള ഉപകരണങ്ങളും പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റു കോളേജുകളിലേക്ക് അല്ലെങ്കിൽ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് ഒരു വിൽപ്പന അല്ലെങ്കിൽ കൈമാറ്റം കൂടി, ഒരു ലക്ഷ്യം കൂടി ഈ കഞ്ചാവ് ഇത്രയധികം ശേഖരിച്ചതിന് പിന്നിലുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായും വരുന്നുണ്ട്. എന്തായാലും ആ വഴിക്ക് കൂടി പോലീസ് അന്വേഷണം നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ക്യാമ്പസിലെ ഹോളി ആഘോഷത്തിന് വേണ്ടി മാത്രമാണോ ഇത്രയധികം കഞ്ചാവ് എത്തിച്ചത്, അതോ ഇത്തരത്തിൽ മൊത്ത വിൽപ്പനയ്ക്കായി, ചില്ലറയായി പിന്നീട് വിൽക്കാൻ വേണ്ടി കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്നുള്ള രീതിയിലടക്കം അന്വേഷണം നീങ്ങുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സാനുവാണ്.